എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് പുറത്തു വന്ന 2 ക്രിക്കറ്റ് അപ്ഡേറ്റ്സുകൾ ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യത്തെ അപ്ഡേറ്റ് ഇന്ത്യ-ഓസ്ട്രേലിയ മത്സരവുമായി ബന്ധപ്പെട്ടതാണ്. ലോകകപ്പ് ക്രിക്കറ്റിൽ വീണ്ടും ഒരു ഇന്ത്യ-ഓസ്ട്രേലിയ ഫൈനലിന് അരങ്ങൊരുങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ വർഷം സീനിയർ ടീമുകൾ ആയിരുന്നെങ്കിൽ ഇത്തവണ അണ്ടർ-19 ലോകകപ്പിലാണ് വീണ്ടും ഇന്ത്യയും ഓസ്ട്രേലിയയും ലോകകപ്പ് ഫൈനലിൽ ഏറ്റുമുട്ടുന്നത്. ആദ്യ സെമിയിൽ ഇന്ത്യ ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിച്ചപ്പോൾ ഇന്നലെ ആവേശം അവസാന ഓവറിലേക്കും വിക്കറ്റിലേക്കും നീണ്ട രണ്ടാം സെമിയിൽ പാകിസ്ഥാനെ ഒരു വിക്കറ്റിന് വീഴ്ത്തിയാണ് ഓസ്ട്രേലിയ ഫൈനലെത്തിയത്. ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ കഴിഞ്ഞ വർഷത്തെ ഇന്ത്യ-ഓസ്ട്രേലിയ ലോകകപ്പ് ഫൈനലിന്റെ തനിയാവർത്തനമാകുമെന്നാണ് കരുതുന്നത്. ഇന്ത്യയിൽ നടന്ന സീനിയർ താരങ്ങളുടെ ഏകദിന ലോകകപ്പിൽ 10 തുടർജയങ്ങളുമായി ഫൈനലിലെത്തിയ ഇന്ത്യയെ വീഴ്ത്തിയാണ് ഓസ്ട്രേലിയ 6ാം ലോകകപ്പ് നേടിയത്. അതുകൊണ്ട് തന്നെ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ ചേട്ടന്മാരെ തോൽപ്പിച്ച ഓസ്ട്രേലിയയോട് അനുജന്മാർക്ക് കണക്ക് തീർക്കാനുള്ള അവസരം കൂടിയാണ് ഇത്. അതിൽ ഇന്ത്യ ഓസീസിനെ തകർത്ത് കപ്പ് നേടും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അടുത്ത അപ്ഡേറ്റ് ഇന്ത്യൻ ടീമുമായി ബന്ധപ്പെട്ടതാണ്. ഇന്ത്യ-ഇംഗ്ലണ്ട് 3ാം ടെസ്റ്റ് മത്സരം കളിക്കാനിരിക്കെ ഇന്ത്യൻ ടീമിന് മറ്റൊരു പരിക്ക്. ബാറ്റർ ശ്രേയസ് അയ്യർക്ക് നടുവിനും ഞരമ്പിനും പരിക്കേറ്റിരിക്കുകയാണ് ഇപ്പോൾ. ഇംഗ്ലണ്ടിനെതിരായ 5 മത്സരങ്ങളുടെ പരമ്പരയിലെ അവസാന 3 ടെസ്റ്റ് മത്സരങ്ങളിൽ താരം ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മോശം ഫോം കാരണം ശ്രേയസ് അയ്യർ ടീമിൽ നിന്ന് പുറത്താകുമെന്ന വാർത്തകൾ വരുന്നതിനിടയിൽ ആണ് താരത്തിന് പരിക്കാണെന്ന വാർത്ത വരുന്നത്. നേരത്തെ ഏഷ്യാകപ്പിന് മുമ്പ് പരിക്ക് കാരണം ദീർഘകാലം ശ്രേയസ് അയ്യർ പുറത്തിരിക്കേണ്ടി വന്നിരുന്നു. ഏകദിനത്തിൽ ശ്രേയസ് ഫോമിൽ എത്തിയിരുന്നു എങ്കിലും ടെസ്റ്റിൽ താരത്തിന് ദീർഘകാലമായി ഒരു അർദ്ധ സെഞ്ചുറി പോലും നേടാൻ ആയിട്ടില്ല. അതേസമയം ഹൈദരാബാദിലെയും വിശാഖപട്ടണത്തിലെയും ആദ്യ 2 മത്സരങ്ങളിൽ നിന്ന് സ്വയം പിന്മാറിയ വിരാട് കോഹ്ലി 3ാം ടെസ്റ്റിൽ ലഭ്യമാകും എന്നായിരുന്നു പറഞ്ഞിരുന്നെങ്കിലും ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് വിരാട് കോഹ്ലി അടുത്ത 2 മത്സരങ്ങളിലും ഉണ്ടാകില്ല എന്നാണ് റിപ്പോർട്ട്. അതേസമയം 2ാം ടെസ്റ്റിൽ നിന്ന് പുറത്തായ KL രാഹുലും രവീന്ദ്ര ജഡേജയും 3ാം ടെസ്റ്റ് ടീമിൽ തിരിച്ചെത്തിയേക്കും. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.